നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ചാനലിലേക്ക് സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ 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 പ്രസക്തമായൊരു വിഷയമാണ്. മനുഷ്യർ തമ്മിൽ വിവാഹിതരാകാറുണ്ട്. അതിൻ്റെ പ്രസക്തി എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ആധ്യാത്മികവും സാമൂഹികവുമായ പ്രാധാന്യം എന്താണ് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വിവാഹം പലരും ഒരു ചടങ്ങായി മാത്രം കാണുകയാണ്. പക്ഷേ വേദപരമ്പരയിൽ വിവാഹമെന്ന് പറഞ്ഞാൽ സംസ്കാരമാണ്. ഹിന്ദുധർമ്മത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 16 സംസ്കാരങ്ങൾ അഥവാ ഷോഡശ സംസ്കാരങ്ങൾ, അതിലൊന്നാണ് വിവാഹം. വിവാഹം എന്നത് രണ്ട് മനുഷ്യരുടെ മാത്രം കൂട്ടുകെട്ടല്ല, രണ്ട് കുടുംബങ്ങളുടെ സംഗമം, രണ്ട് വംശങ്ങളുടെ തുടർച്ച, ധർമ്മത്തിൻ്റെ സംരക്ഷണം, പിതൃഋണത്തിൻ്റെ മോചനം, ഇവയെല്ലാം ചേർന്നതാണ് വിവാഹം. വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വേദങ്ങൾ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 പുരുഷാർത്ഥങ്ങൾ പൂർത്തിയാക്കാനുള്ള ജീവിതയാത്രയാണ് വിവാഹമെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവൻ വ്യക്തിപരമായ ജീവിതം മാത്രമായിരിക്കും നയിക്കുക. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ഉത്തരവാദിത്തം, കരുണ, പങ്കിടൽ, കുടുംബധർമ്മം ഇവയെല്ലാം ജീവിതത്തിൽ എത്തിച്ചേരും. അതുകൊണ്ടാണ് വേദങ്ങൾ പറയുന്നത് ഗൃഹസ്ഥാശ്രമം എല്ലാ ആശ്രമങ്ങളുടെയും അടിസ്ഥാനമാണ് എന്ന്. ബ്രഹ്മചര്യാശ്രമം, വാനപ്രസ്ഥം, സന്യാസം ഇവയെല്ലാം നിലനിൽക്കുന്നത് ഗൃഹസ്ഥാശ്രമം ഉള്ളതുകൊണ്ട് മാത്രമാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിവാഹത്തിൽ അണിയുന്ന മംഗല്യസൂത്രം? അതിൻ്റെ പ്രസക്തിയും മഹത്വവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വിവാഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് മംഗല്യസൂത്രമാണ്. മംഗല്യസൂത്രം ഒരു അലങ്കാരം മാത്രമല്ല, അത് ഭർത്താവിൻ്റെ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന ഭാര്യയുടെ വിശ്വാസമാണ്, കുടുംബ ബന്ധത്തിൻ്റെ അടയാളമാണ്. പുരാതന കാലത്ത് മംഗല്യസൂത്രം മഞ്ഞനൂൽ, കുരുമുളക്, സ്വർണം ഇവ ചേർത്ത് ഉണ്ടാക്കുമായിരുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ദാമ്പത്യ സംരക്ഷണം, ദോഷനിവാരണം, ഭാഗ്യസംരക്ഷണം. അതുകൊണ്ടാണ് സ്ത്രീകൾ മംഗല്യസൂത്രം ജീവിതത്തിൽ മുഴുവൻ കാലവും ധരിക്കും. മംഗല്യം തന്തുനാനേന മമ ജീവനഹേതുന കണ്ടേ ബത്നാമി സുഭഗേ ത്വം ജീവ ശാരദാംശത്. ഈ മന്ത്രമാണ് വിവാഹത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന മന്ത്രമെന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം, ഈ മംഗല്യനൂൽ എൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യസൂത്രമാണ്. സുഭഗയായവളെ, ഞാനിത് നിൻ്റെ കഴുത്തിൽ കെട്ടുന്നു. നീ 100 ശരത്കാലം ആയുസ്സോടെ ജീവിക്കട്ടെ. ഇത് വെറും മന്ത്രമല്ല, ഇത് ഒരു വാഗ്ദാനമാണ്. ഭർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സംരക്ഷിക്കും, നിന്നോടൊപ്പം ജീവിതം നയിക്കും. ഭാര്യ ഈ ഘട്ടത്തിൽ പറയുന്നു, ഞാൻ ഈ കുടുംബത്തിൻ്റെ ധർമ്മത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന്. ഇനിയൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് പിതൃബന്ധവും വിവാഹവും തമ്മിലുള്ള ബന്ധമാണ്. ഹിന്ദുധർമ്മത്തിൽ മനുഷ്യന് 3 കടങ്ങളുണ്ട്: ദേവഋണം, ഋഷിഋണം, പിതൃഋണം. ഇതിൽ പിതൃഋണം എന്ന് പറയുന്നത് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന മാർഗമാണ് വിവാഹം. സന്താനം, അതിലൊരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ജനിച്ചാൽ വംശം തുടരുകയാണ്. അതുകൊണ്ട് പിതാക്കന്മാരുടെ ആത്മാവ് സന്തുഷ്ടരാകും. അതുകൊണ്ടാണ് പറയുന്നത് പുത്രൻ പിതാക്കന്മാരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. അതുകൊണ്ട് വിവാഹം പിതൃകർമ്മത്തിൻ്റെ പ്രധാനമായ ഭാഗമാണ്. വിവാഹാദി കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വിവാഹം 2 വ്യക്തികളുടെ ബന്ധം മാത്രമല്ല, അതിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സമൂഹം ഇവയെല്ലാം ചേർന്നാണ് കുടുംബം ഉണ്ടാകുന്നത്. കുടുംബമില്ലാതെ സമൂഹം നിലനിൽക്കില്ല. അതുകൊണ്ട് വിവാഹം സമൂഹത്തിൻ്റെ അടിത്തറയാണെന്ന് പറയാം. വിവാഹത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സന്താനങ്ങളാണ്. പുത്രഭാഗ്യം എന്നത് വംശത്തിൻ്റെ തുടർച്ച, ധർമ്മത്തിൻ്റെ സംരക്ഷണം, പിതൃകർമ്മത്തിൻ്റെ തുടർച്ച. പുരാതന കാലത്ത് സന്താനമില്ലെങ്കിൽ മനുഷ്യർ വളരെ വിഷമിച്ചിരുന്നു. കാരണം വംശം അവസാനിക്കുമെന്ന ഭയം. അതുകൊണ്ട് ശാസ്ത്രങ്ങൾ പറയുന്നു സന്താനം ധർമ്മത്തിൻ്റെ ഫലമാണ് എന്ന്. വിവാഹത്തിൽ ഏറ്റവും പുണ്യമായ കർമ്മം എന്ന് പറയുന്നത് കന്യാദാനമാണ്. കന്യാദാനം എന്നത് ഒരു അച്ഛൻ തൻ്റെ മകളെ ധർമ്മപൂർവ്വം ഒരു കുടുംബത്തിലേക്ക് ഏൽപ്പിക്കുന്നതാണ്. ശാസ്ത്രങ്ങൾ പറയുന്നു കന്യാദാനം ചെയ്യുന്നത് വലിയ പുണ്യമാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ കന്യാദാനം ഒരു വിശുദ്ധമായ ചടങ്ങായി ഇക്കാലം എത്രയും നിൽക്കുന്നത്. വിവാഹ സമയത്ത്, കന്യാദാന സമയം നടക്കുന്ന സമയം പ്രധാനമായും പറയുന്ന മന്ത്രങ്ങളിൽ ഒന്നിതാണ് കന്യാം കനകസമ്പന്നാം എന്ന് തുടങ്ങുന്ന മന്ത്രം.
ഇത് വളരെ ഗൗരവമുള്ള ഒരു മന്ത്രമാണ്. ഇതൊരു വാഗ്ദാനത്തിൻ്റെ മന്ത്രം കൂടെയാണ് എന്ന് ശ്രദ്ധിക്കുക. ഒരു താന്ത്രികാചാര്യനും ഒരു ജ്യോത്സ്യനുമൊക്കെ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കിക്കളയാം. കന്യാദാന മന്ത്രം സാധാരണയായി ചൊല്ലുന്ന ശ്ലോകമാണ്: കന്യാം കനകസമ്പന്നാം കനകാഭരണൈ ച്യുത ദദാമി വിഷ്ണവേ ദുഭ്യം ബ്രഹ്മലോക ഗിജീഷ്യ. ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ രൂപം ചെറിയ മാറ്റങ്ങളോടെ ചൊല്ലാറുണ്ട്. പക്ഷേ അർത്ഥം ഒന്ന് തന്നെയാണ്. മന്ത്രത്തിൻ്റെ പൂർണ്ണ അർത്ഥം പറയുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, ഈ മന്ത്രം ചൊല്ലുന്നത് കന്യകയുടെ പിതാവാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: കന്യാം, ഈ കന്യകയെ, കനകസമ്പന്നാം, സ്വർണ്ണ സമ്പത്ത് പോലെ വിലപ്പെട്ടവളായ, കനകാഭരണച്യുത, സ്വർണ്ണാഭരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നവളായ, ദദാമി, ഞാൻ സമർപ്പിക്കുന്നു, വിഷ്ണവേ തുഭ്യം, വിഷ്ണു സ്വരൂപനായ നിന്നോട്, ബ്രഹ്മലോക ഗിജീഷ്യ, ഉന്നതമായ ലോകഫലം പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെ. ലളിതമായ അർത്ഥമാണ് ഇതിന് പറയപ്പെടുന്നത്. സ്വർണത്തേക്കാൾ വിലപ്പെട്ട എൻ്റെ മകളെ വിഷ്ണുവിൻ്റെ രൂപമായ നിനക്ക് ധർമ്മപൂർവം ഞാൻ സമർപ്പിക്കുന്നു. ഇതാണ് അർത്ഥം. ശ്രദ്ധിച്ചില്ലേ? സ്വർണത്തേക്കാൾ വിലപ്പെട്ട എൻ്റെ മകളെ വിഷ്ണുവിൻ്റെ സ്വരൂപമായ നിനക്ക് ധർമ്മപൂർവം ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ്. ഇവിടെ വിഷ്ണു എന്നത് എന്താണ്, ആരാണെന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ പറയുന്ന വിഷ്ണു യഥാർത്ഥത്തിൽ ഭർത്താവിനെയാണ് സൂചിപ്പിക്കുന്നത്. വേദപരമ്പരയിൽ ഭാര്യയ്ക്ക് ഭർത്താവ് വിഷ്ണുവാണ്, ഭർത്താവിന് ഭാര്യ ലക്ഷ്മിയാണ്. ഇതാണ് വേദപരമ്പരയിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കന്യാദാനം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മകളെ കൊടുക്കൽ മാത്രമല്ല, വിഷ്ണുവിന് സമർപ്പിക്കൽ എന്ന നിലയിലാണ് പരിഗണിക്കേണ്ടത്. കന്യാദാനത്തിൽ ഈ മന്ത്രം പറഞ്ഞാൽ അതൊരു വാഗ്ദാനം കൂടിയാണ്. അത് 3 ഭാഗങ്ങളായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിതാവിൻ്റെ വാഗ്ദാനം, പിതാവ് പറയുകയാണ്: ഞാൻ എൻ്റെ മകളെ ധർമ്മപൂർവ്വം നിനക്ക് സമർപ്പിക്കുന്നു. ഇനി അവൻ്റെ സംരക്ഷണം നിൻ്റെ ഉത്തരവാദിത്വമാണ്. വരൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വരൻ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്: ഞാൻ ഈ സ്ത്രീയെ സംരക്ഷിക്കും, അവളെ ഉപേക്ഷിക്കില്ല, കുടുംബധർമ്മം പാലിക്കുമെന്നുള്ളതാണ്. കന്യകയുടെ പ്രതിജ്ഞയും പ്രധാനമാണ്. ഞാൻ ഈ കുടുംബത്തെ ആദരിക്കും, ഭർത്താവിനോടൊപ്പം ധർമ്മ ജീവിതത്തെ നയിക്കും എന്നുള്ളതാണ്. ഈ മന്ത്രത്തിൻ്റെ ആധ്യാത്മിക പ്രാധാന്യം എന്ന് പറയുന്നത് കന്യാദാനം ഹിന്ദുധർമ്മത്തിൽ മഹാദാനം എന്നറിയപ്പെടുന്നു. ശാസ്ത്രങ്ങൾ പറയുന്നത് ഗോദാനം, ഭൂദാനം, അന്നദാനം ഇവയേക്കാൾ വലിയ ദാനമാണ് കന്യാദാനം എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായ മകളെ മറ്റൊരു കുടുംബത്തിലേക്ക് സമർപ്പിക്കുകയാണ്. വാക്ക് പാലിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലങ്ങളെന്ന് പറയുന്നത് ശാസ്ത്രീയമായി പരിശോധിച്ച് നോക്കാം. കന്യാദാനത്തിൽ നൽകിയ വാക്കുകൾ പാലിക്കാതിരുന്നാൽ ദോഷങ്ങൾ പലതാണ്. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചാൽ ശാസ്ത്രം പറയുന്നത് ഇതാണ്: ഗുരുതര പാപമാണത്. ദാമ്പത്യദോഷമുണ്ടാകും, പിതൃദോഷമുണ്ടാകും. അതുപോലെ തന്നെ ഭാര്യ കുടുംബധർമ്മം പാലിക്കാതിരുന്നാൽ കുടുംബകലഹമുണ്ടാകും, മാനസിക സംഘർഷമുണ്ടാകും, സന്താനദോഷമുണ്ടാകാം എന്നൊക്കെ തന്നെ ശാസ്ത്രം പറയുന്നുണ്ട്. പിതാവ് കപടമായി വിവാഹം നടത്തിയാൽ, അതായത് ഉദാഹരണം വഞ്ചന, തെറ്റായ വിവരങ്ങൾ ഇവ നൽകിയാൽ അത് ധർമ്മലംഘനമാണ്. കന്യാദാനത്തിൻ്റെ യഥാർത്ഥ ആത്മാവ് എന്ന് പറയുന്നത് ഒരു സ്വത്ത് കൊടുക്കലല്ല, അതൊരു വിശ്വാസത്തിൻ്റെ കൈമാറ്റമാണ്, ഉത്തരവാദിത്തത്തിൻ്റെ കൈമാറ്റമാണ്, ധർമ്മബന്ധത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് പുരാതന കാലത്ത് കന്യാദാനം വളരെ വിശുദ്ധമായി കണക്കാക്കിയിരുന്നു. കന്യാദാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹം ഒരു ചടങ്ങ് മാത്രമല്ല, അത് ഒരു ധർമ്മബന്ധമാണ്. കന്യാദാനം പിതാവിന് വിശ്വാസം, വരൻ്റെ ഉത്തരവാദിത്തം, കന്യകയുടെ സമർപ്പണം ഇവയുടെ സംഗമമാണ്. ഇന്നത്തെ കാലത്ത് വിവാഹം നേരിടുന്ന വെല്ലുവിളികൾ: വിവാഹമോചനങ്ങൾ, കുടുംബകലഹങ്ങൾ, അഹങ്കാരം, സഹിഷ്ണുതയുടെ കുറവ് ഇവയെല്ലാം വിവാഹമോചനത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന കാരണമാണ്. വിവാഹത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനുഷ്യൻ മറക്കുകയാണ്. വിവാഹം ഒരു കരാറല്ല, അതൊരു ധർമ്മബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹം ഒരു ചടങ്ങ് മാത്രമല്ല, ഒരു സാമൂഹ്യ ബന്ധം മാത്രമല്ല, അതൊരു ആധ്യാത്മിക യാത്രയാണ്. മംഗല്യസൂത്രം ഒരു നൂൽ മാത്രമല്ല, അത് വിശ്വാസം, ഉത്തരവാദിത്വം, കുടുംബധർമ്മം ഇവയുടെ പ്രതീകമാണ്. അതിനാൽ വിവാഹത്തെ ആദരിക്കേണ്ടതായിട്ടുണ്ട്, കുടുംബത്തെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ധർമ്മപരമായ ജീവിതം നയിക്കാം എല്ലാവർക്കും. ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പലപ്പോഴും നമ്മളുടെ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ആധുനിക രീതിയുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട്. ആചാരപരമായ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു പോയിട്ടും കാലോചിതമല്ലാത്ത പല കാര്യങ്ങളും വന്നു ചേരുന്നതായും നാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ പലപ്പോഴും വിവാഹത്തെ വധൂവരന്മാരെ സ്വീകരിക്കുന്നത് പോലും പടഹാതി ഉത്സവങ്ങൾ നടത്തുന്ന പോലെയാണ്. തപ്പ് പൊട്ടിയും പടക്കം പൊട്ടിച്ചും കൈവണ്ടി കയറ്റിയും ട്രോളിയിലിട്ട് വലിച്ചുമൊക്കെ കൊണ്ടുവന്ന്
വിവാഹാദി ആഘോഷങ്ങൾ നടത്തുന്ന ഒരു സമൂഹത്തെ നമ്മളിപ്പോൾ കണ്ടുവരികയാണ്. ഇതൊക്കെ വലിയ തെറ്റായ സന്ദേശങ്ങളാണ് നൽകുന്നത്. ഒരിക്കലും വിഷ്ണുവും ലക്ഷ്മിയുമായി വരുന്ന വധൂവരന്മാരെ അത്തരത്തിൽ സ്വീകരിക്കാൻ പാടില്ല. ആ ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതനാകാൻ തീരുമാനിക്കുന്ന സമയത്തൊരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയേക്കാളുപരി അവരുടെ ആലോചന നടക്കുന്ന സമയത്ത് തന്നെ വിവാഹിതരാകുക എന്ന് പറയുന്നത് സത്സന്താനങ്ങളെ സൃഷ്ടിച്ചെടുക്കുക, നമ്മുടെ പരമ്പര നിലനിർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു നിർമ്മലതയും ശുദ്ധമായ ആരോഗ്യവും ഒക്കെ തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പക്ഷേ മന്ത്രജപമില്ല, പ്രാർത്ഥനയില്ല, ഇതൊക്കെ തന്നെ നഷ്ടപ്പെട്ടിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം എന്തോ ഒരു ഉടമ്പടിയും വ്യവസ്ഥയുമായിട്ട് മുന്നോട്ട് പോകുന്നു. കച്ചവട മനസ്ഥിതിയിൽ മുന്നോട്ട് പോകുന്നു. പരസ്പര ബഹുമാനമില്ല, കുടുംബങ്ങൾ തങ്ങളിൽ ബഹുമാനമില്ല, ബന്ധമില്ല, അകന്നു പോകും. ഇതിൻ്റെയൊക്കെ ഫലമായി സംഭവിക്കുന്നത് എന്താണ്? പലപ്പോഴും വിവാഹം ഒരുപക്ഷെ മോചിപ്പിക്കപ്പെട്ടേക്കാം. കൂടെ താമസിച്ചാലും ഉണ്ടാകുന്ന കുട്ടികളെന്ന് പറയുന്നത് ധർമ്മബോധമില്ലാത്തവരായി വളരുന്നു എന്നുള്ളതാണ്. മാതാപിതാക്കൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ തന്നെ കലഹങ്ങൾ വർദ്ധിക്കുന്നു. അത് കണ്ടിട്ടല്ല, ആ കുട്ടി ഹൃദയത്തിൽ ബീജം ചെയ്യുമ്പോൾ തന്നെ, അവിടെ നിന്ന് മാതൃഗർഭത്തിലേക്ക് പോകുമ്പോൾ തന്നെ, അവിടെ വെച്ചും അതിന് മുമ്പായി തന്നെ സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രകൃതിയുടെ ഊർജ്ജമുണ്ട്. ആ ഊർജ്ജമെന്ന് പറയുന്നത് ശരിയായ രീതിക്ക് അല്ല എങ്കിൽ തീർച്ചയായും ജനിക്കുന്ന കുട്ടി സമൂഹത്തിന് വളരെ ആപത്കാരികളായി മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമാകുന്ന രീതിയിലേക്ക് പോകും. ഇതൊക്കെ കൊണ്ട് തന്നെ വിവാഹിതരാകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും തീർച്ചയായും ഹൃദയത്തിൻ്റെ നൈർമല്യം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളെ ബഹുമാനത്തോടുകൂടി തന്നെ അവരെ സമീപിക്കുകയും ആദരിക്കുകയും വേണം. കുടുംബത്തിൻ്റെ പഴയകാല പ്രതാപങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഒരു ധാരണയുണ്ടാകണം. സാമൂഹ്യ ബോധമുണ്ടാകണം. ഈശ്വരഭക്തി ഉണ്ടാകണം. അതുപോലെ തന്നെ വന്നു ചേർന്ന കുടുംബത്തെയും സ്വന്തം കുടുംബമായി സ്വീകരിക്കാനുള്ള ഒരു മാനസിക പ്രാപ്തി ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആധുനിക കാലഘട്ടത്തിൽ വിവാഹം കൊണ്ട് യഥാർത്ഥത്തിലുള്ള അർത്ഥമുണ്ടാകൂ. ഇതൊന്നുമില്ലാതെ വരുന്ന വിവാഹമാണ് പലപ്പോഴും കോടതികളിൽ എത്തുന്നതും വ്യവഹാരമായി പരിണമിക്കുന്നതും പിരിഞ്ഞുപോകലായി മാറുന്നതും കുട്ടികളുടെ ഭാവി അലങ്കോലപ്പെട്ടു പോകുന്നതുമായ സാഹചര്യം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.